പെട്ടെന്നൊരു ദിവസം അർജന്റീനയിൽ വേനൽക്കാലത്ത് മഞ്ഞ് പെയ്യുകയാണ്. പോരാത്തതിന് അവിടെ ഒരുപാട് ഏലിയൻ ഇൻസെക്ട്സും മറ്റൊക്കെ വരികയാണ്. കഥയുടെ ഒന്നും രണ്ടും പാട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം അത് കാണുക. അല്ലാത്തവർക്ക് ഞാൻ വളരെ ചുരുക്കിയിട്ട് കാര്യം പറയാം. അർജന്റീനയിൽ പെട്ടെന്നൊരു ദിവസം, അതും വേനൽക്കാലത്ത് മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു മഞ്ഞ് നമ്മുടെ ദേഹത്തായിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ മരിച്ചു വീഴും. അങ്ങനെ ലോകത്തുള്ള എല്ലാവരും ഇപ്പം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകൾക്ക് പുറത്തിറങ്ങാൻ പോലും ഇപ്പം പേടിയാണ്. ഒരുപാട് ദിവസം ആളുകൾ വീട്ടിൽ തന്നെ കഴിച്ചുകൂട്ടി. ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിയുന്നതോട് കൂടിയിട്ട് അവർ ഭക്ഷണത്തിന് വേണ്ടി അലയാൻ തുടങ്ങി. അതായത് പല പല സൂപ്പർ മാർക്കറ്റും മറ്റൊക്കെ കുത്തിപ്പൊളിച്ചിട്ട് അതിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് കുറച്ച് ഏലിയൻ ഇൻസെക്ട്സ്, നമ്മുടെ നാട്ടിൽ വണ്ടുകളൊക്കെ ഉണ്ടാവൂലേ, അങ്ങനെ പറക്കാൻ പറ്റാത്ത ഒഴഞ്ഞഴിഞ്ഞ് പോകുന്ന, ചിലപ്പോൾ ഒരു കാറിൻ്റെ ഒക്കെ വലിപ്പമുള്ള അത്രയും സൈസുള്ള വണ്ടുകൾ വരികയാണ് ഇവരെ ആക്രമിക്കാനായിട്ട്. അതെന്താ സംഭവം എന്ന് ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. ഇതിലെ പ്രധാന കഥാപാത്രങ്ങളാണ് ജുവാനും ടാനോയും. ഇവർ രണ്ടുപേരും ഉറ്റ സുഹൃത്തുക്കളാണ്. അതിൽ ജുവാന്റെ മകളായിട്ടുള്ള ക്ലാരയെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. അവരതിലുള്ള തെരച്ചിലും മറ്റൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു ഏലിയൻ ഇൻവേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അധികം വൈകുന്നില്ല. ഇതുവരെ കഥ മനസ്സിലാത്തവരുണ്ടെങ്കിൽ എന്തായാലും രണ്ട് വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് കഥാപാത്രങ്ങളെയും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ ആ രണ്ട് വീഡിയോസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമൻറ്റ് ബോക്സിലൊക്കെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അതെല്ലാം ചുമ്മാ ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കണം, ഒരു അപ്പക്കാലിപ്റ്റിക് പടമൊക്കെ കണ്ടിരിക്കണം, ആ രീതിയിൽ കണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടുകൊള്ളുക. അപ്പോൾ ഒട്ടും വൈകുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അതിനു മുമ്പ് ഈ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബും ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. കഥ തുടങ്ങുമ്പോൾ തന്നെ ഒരു സോൾജിയറാണ് കാണിക്കുന്നത്. അയാളുടെ ഒപ്പമുള്ള ബാക്കിയുള്ള സോൾജേഴ്സ് എല്ലാവരും തന്നെ മരിച്ചു പോയിട്ടുണ്ട്. അയാളിപ്പോൾ ഒരു കുഴിയിൽ ഇങ്ങനെ പെട്ട് കിടക്കുകയാണ്. ഈ വെടിവെപ്പും കാര്യങ്ങളൊക്കെ ശാന്തമായതിനു ശേഷം അയാൾ ആ കുഴിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഒപ്പമുണ്ടായിരുന്നവരെല്ലാവരും അവിടെ മരിച്ചു കിടക്കുന്നത് കണ്ടപ്പോൾ തന്നെ അയാൾക്ക് ഒരുപാട് വിഷമാവുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ജുവാനാണെന്നുണ്ടെങ്കിൽ ഇയാളുടെ അടുത്തേക്ക് വരുന്നത്. ഈ രണ്ട് ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്നുണ്ട്. ഈ പട്ടാളക്കാരന് മുമ്പ് എവിടെയും നമ്മുടെ ജുവാന് പരിചയമില്ല. പക്ഷേ ജുവാനാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു വിഷൻസ് കാണുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുപോലെ ഇപ്പോഴും വിഷൻസ് അവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്, പകൽ പോലും. ഇവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻസെക്റ്റിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ബാക്കിയുള്ള ആളുകളെല്ലാവരും തന്നെ ക്യാമ്പിലേക്ക് പോകുന്നുണ്ട്. ഈ ജുവാനും അതുപോലെ തന്നെ താനോയും ആണെന്നുണ്ടെങ്കിൽ ഇവരാദ്യം താമസിച്ചിരുന്ന, അതായത് താനോയുടെ വീട്ടിലേക്ക് ഇപ്പോൾ പോവുകയാണ്. അന്നയ്ക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്നുള്ള വിഷമവും കാര്യങ്ങളൊക്കെയാണ് താനോയ്ക്കുള്ളത്. താന ഓടിക്കയറി പോകുന്നുണ്ട്. പിന്നാലെ നമ്മുടെ ജുവാനും ഉണ്ട്. ജുവാൻ അങ്ങോട്ട് അകത്തേക്ക് കയറി ചെന്നപ്പോൾ ഞെട്ടിപ്പോയി. ജുവാനും കൂട്ടരും കുറേ നാളായിട്ട് തെരഞ്ഞുകൊണ്ടിരിക്കുന്ന തൻ്റെ മകൾ ഇതേ താനോയുടെ വീട്ടിലിരിക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് നമ്മുടെ എലീനയുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, നമ്മുടെ മകൾ നമ്മളെ തേടി വന്നതാണ്. ജുവാനും എലിനിക്കും ഒരുപാട് സന്തോഷമായിട്ടുണ്ട്. ഇത് കണ്ടു നിൽക്കുന്ന താനോയ്ക്കും അവരുടെ ബാക്കിയുള്ള നമ്മുടെ ലൂക്കാസിനും എല്ലാവർക്കും ഭയങ്കരമായിട്ട് സന്തോഷമാവാണ്. എല്ലാവരും ഇപ്പോൾ ഒരുമിച്ചല്ലോ. സംഭവം മറ്റൊന്നുമല്ല, ഇതിന് മുമ്പത്തെ വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടി പറയാം. നമ്മുടെ എലീനയും പിന്നെ അതുപോലെ തന്നെ ജുവാനും തമ്മിൽ വേർപിരിഞ്ഞിരിക്കുകയായിരുന്നു. ഇപ്പൊ ഈ ഒരു മകള് കാരണം ഇവരെല്ലാവരും ഒന്നിച്ചിട്ടുണ്ട്. ഇപ്പൊ താനോയുടെ വീട്ടിൽ ഇവരെ കൂടാതെ കുറെ ആളുകൾ വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീട് എനിക്ക് തരാമോ, എൻ്റെ കയ്യിലൊരു RV ഉണ്ട്, അത് നിങ്ങൾക്ക് തരാം, ഒരു ബാർട്ടർ സമ്പ്രദായം എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ ചോദിക്കുകയാണ്. അവർക്ക് ഈ നമ്മുടെ താനോയ്ക്ക് നേരെ അയാൾ നീട്ടുന്നുണ്ട്. പക്ഷെ താനോ ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. എന്തായാലും ഇവിടുന്ന് പോവാം, ആ ഒരു ഐലൻഡിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഭാര്യയോട് കൂടിയിട്ട് അവൻ സമ്മതം ചോദിച്ചതിന് ശേഷം ആ ഒരു വണ്ടിയുടെ കീ വാങ്ങാണ്. അതൊരു ഒന്നൊന്നര RV ആയിരുന്നു. പണ്ട് കാലത്തുണ്ടായിരുന്നാണെന്നുണ്ടെങ്കിലും കിഡിലും വണ്ടി. അങ്ങനെ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് ഇപ്പോൾ ആ ഒരു RVയിലും പിന്നെ ഒരു ചെറിയൊരു കാർ ഉണ്ടായിരുന്നു. ആ ഒരു കാറിലുമായിട്ടാണ് ഇവരവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നത്. നമ്മുടെ താനോയ്ക്കാണെന്നുണ്ടെങ്കിൽ എന്തോ സംശയം വരുന്നുണ്ട്. അതായത് അവൻ്റെ സെയിൽ ബോട്ടിൽ, ഹാർബറിൽ കിടക്കുന്ന സെയിൽ ബോട്ടിലുണ്ടായിരുന്ന അവൻ്റെ കോട്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു RVയിൽ നിന്ന് അവന് കിട്ടി. അതായത് നമ്മൾ ഫസ്റ്റ് വീഡിയോ ചെയ്തപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ, 3 പെൺകുട്ടികൾ ചേർന്നിട്ട് ഒരു സെയിൽ ബോട്ടിൽ ഇരിക്കുമ്പോൾ പെട്ടെന്നാണ് ആകാശത്ത് ആ ഒരു നിറങ്ങളും പിന്നെ ഈ മഞ്ഞുവീഴ്ചയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിലൊരു പെൺകുട്ടി മാത്രമാണ് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതാണ് നമ്മുടെ ഈ ഒരു ക്ലാര. ഇവരെങ്ങനെ പതിയാണ് വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഫ്രണ്ടിലൂടെ ഒരു കാർ നടന്നിട്ടുണ്ടെങ്കിൽ കത്തിച്ച് പോകുന്നുണ്ട്. ഇവർ കുറേ ദൂരം സഞ്ചരിച്ചതിന് ശേഷം ഒരു ഹാർബറിലേക്ക് എത്തിയിട്ടുണ്ട്. നോക്കുമ്പോൾ അവിടെ വെള്ളമേ ഇല്ല, കടൽ മൊത്തം ഉൾവലിഞ്ഞ് പോയേക്കാണ്. എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോകണം. എന്തായാലും കടൽ ഉൾവലിഞ്ഞ സ്ഥിതിക്ക് സുനാമി വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയാണ്. അങ്ങനെ ആ ഒരു പ്രതീക്ഷയും ഇപ്പോൾ നശിച്ചിരിക്കുകയാണ്. ഐലൻഡിലേക്ക് പോകാമെന്നാണ് ഇവർ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇനി അത് നടക്കില്ല. ഇവരങ്ങനെ മറ്റൊരു ഡയറക്ഷനിലൂടെ രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ അവിടെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാറുകൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇവരുടെ മുമ്പിലൂടെ നേരത്തെ കത്തിച്ച് പോയിട്ടുണ്ടായിരുന്ന ഒരു കാർ ഉണ്ടായിരുന്നില്ലേ, അതിൽ ആളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ മരിച്ചു കിടക്കുന്നുണ്ട്. അയാൾ ആ ഒരു പ്രാണികളുടെ അല്ലെങ്കിൽ ആ ഒരു ഏലിയൻസിൻ്റെ ആക്രമണം കൊണ്ടൊന്നും മരിച്ചതല്ല, അയാൾക്ക് വെടിയേറ്റതാണ്. കറക്റ്റ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോഴേക്കും ക്ലാരയ്ക്ക് ശരിയായിട്ടുള്ള ബോധം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു.
അവളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരുടെ അടുത്തും നല്ല രീതിയിൽ മിങ്കിളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇവരെല്ലാവരും ഇപ്പോൾ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവരൊരു വലിയ ഷോപ്പിംഗ് മോളിൻ്റെ തൊട്ടടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ ഇവരെ പോലെ തന്നെ ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. ചിലരാണെന്നുണ്ടെങ്കിൽ കാറുകളിൽ വന്നിട്ടുണ്ട്, ചിലർ പല രീതിയിലും അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. എല്ലാവരും മാസ്കും കാര്യങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഒരു വലിയ ഷോപ്പിംഗ് മാളിൻ്റെ ഉള്ളിലേക്ക് ഇവർ കയറി നോക്കുകയാണ്. അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു. ആവശ്യത്തിന് വസ്ത്രം, കിടക്കാനുള്ള ബെഡ്, എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ഫുഡ് ഒക്കെ ഒരുപാട് കുട്ടികളും ഉണ്ടായിരുന്നു. എല്ലാവരും അവിടെ ഹാപ്പി ആയിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കണക്കിന് ഇവിടേക്ക് വന്നത് നന്നായി എന്നാണ് ഇപ്പോൾ താനോയും അതുപോലെ തന്നെ നമ്മുടെ ജുവാനും പറയുന്നത്. ഇവരെല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പയ്യനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ക്ലാരയുടെ അടുത്ത് സംസാരിക്കാനായിട്ട് വരുന്നുണ്ട്. പക്ഷേ ക്ലാരയാണെന്നുണ്ടെങ്കിൽ വേറെ എന്തോ കാര്യങ്ങളൊക്കെ അവളുടെ മനസ്സിൽ എന്തൊക്കെ വിഷൻസും മറ്റൊക്കെ വന്നിട്ട് അവൾ സ്വയം തലക്കടിച്ചിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പയ്യനാണെന്നുണ്ടെങ്കിൽ ആകെ ഇല്ലാതായി പോയി. അവൻ എന്തെങ്കിലും ചെയ്തിട്ടാണോ എന്നാണ് ബാക്കിയുള്ളവരൊക്കെ നോക്കുന്നത്. പക്ഷെ അവൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ബാക്കിയുള്ളവർക്ക് മനസ്സിലായി. ഇവൾക്കാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ ഇപ്പോൾ ഒരു മനസ്സിൽ തോന്നുന്നുണ്ട്. ഇന്ത്യയും ഒമറാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പയ്യനെ ഇപ്പൊ സമാധാനിപ്പിച്ച് നിർത്തിയേക്കാണ്. ഒരുവിധം ജുവാനും അതുപോലെ തന്നെ എലീനയും കൂടി ചേർന്നിട്ട് നമ്മുടെ ക്ലാരയെ സമാധാനിപ്പിച്ചിട്ട് ഇപ്പൊ കിടത്തി ഉറക്കിയിട്ടുണ്ട് ടെന്റിന്റെ ഉള്ളിലായിട്ട്. അവിടെ ഈ ഒരു സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ടെന്റും ഐറ്റംസും എല്ലാ സാധനങ്ങളും അവിടെ കിട്ടുന്നുണ്ട്. ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ടെന്റിൽ കിടക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഒമർ ആണെന്നുണ്ടെങ്കിൽ അവൾക്കൊരു ഗിഫ്റ്റ് ആയിട്ട് വരുന്നത്. ഇതേ സമയം നമ്മുടെ ലൂക്കാസ് ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ പിള്ളേരോടൊപ്പം കള്ളും കുടിച്ച് കാട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ കള്ളും കാര്യങ്ങളൊക്കെ തീർന്നെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരനാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായാലും എല്ലാ സാധനം കിട്ടൂലേ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ആ ഒരു ഷോപ്പിംഗ് മാളിൽ പോയിട്ട് കള്ളും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് പുള്ളിക്കാരനെ അവിടെ നിന്ന് കാണാതാവുന്നുണ്ട്. അടുത്ത ദിവസം ജുവാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ എല്ലാവരും പുറത്തേക്ക് ഓടിപ്പോവാണ്. ഓടി വാ എന്ന് പറഞ്ഞിട്ട് അവർ വിചാരിച്ച് എന്തോ അപകടം പറ്റിയെന്ന് വിചാരിച്ചിട്ട് ഇവരെല്ലാവരും പുറത്തേക്ക് പോയി നോക്കുമ്പോൾ മഞ്ഞ് പെയ്യുന്നതൊക്കെ മാറിയിട്ട് ഇപ്പോൾ ഇതേ സൂര്യൻ ഉദിച്ചിട്ടുണ്ട്. എല്ലാവർക്കും പുറത്തേക്ക് ഇറങ്ങാൻ ഇപ്പോഴും പേടിയാണ്. കാരണം മഞ്ഞ് വീഴ്ചയൊന്നുമില്ലല്ലോ. പാബ്ലോ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി നോക്കുന്നുണ്ട്. അവനൊരു കുഴപ്പം പറ്റുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി. ആർപ്പ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴാണ് ലൂക്കാസിനെ കാണില്ല എന്ന് എലീന പറയുന്നത്. ഇവരങ്ങനെ ലൂക്കാസിനെ തെരഞ്ഞു പോയി നോക്കുമ്പോൾ ഒരു കള്ളൻകുപ്പി മാത്രമാണ് അവിടെ നിന്ന് കിട്ടുന്നത്. പെട്ടെന്നാണ് ഒരു വെടിശബ്ദം കേൾക്കുന്നത്. ഇവരങ്ങോട്ടേക്ക് ഓടിപ്പോയി നോക്കുമ്പോൾ കാറിൽ വന്നിട്ടുണ്ടായിരുന്ന 3 പേര്, ഒരു സ്ത്രീ അടക്കം, എല്ലാവരെയും ഇപ്പൊ വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാരുണ്യവും കാണിക്കാതെ ചുമ്മാ വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരെയും. എന്താ സംഭവിക്കുന്നതെന്ന് ഇവർക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ജുവാനും ഒമറും താനോയും എല്ലാവരും കൂടി ചേർന്നിട്ട് ഇപ്പൊ ആ ഒരു അക്രമികളെ നേരെ വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കിട്ടും നല്ല രീതിയിൽ പണി കൊടുക്കുന്നുണ്ട്. അതിൽ ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ജുവാൻ വെടിവെച്ചിടുന്നുണ്ട്. എന്നിട്ട് അടുത്തേക്ക് പോയി നോക്കുമ്പോൾ അതൊരു സാധാരണ സ്ത്രീയായിരുന്നു. അവരുടെ കഴുത്തിലായിട്ട് ഒരു ലോക്കറ്റ് ഉണ്ടായിരുന്നു. ആ ലോക്കറ്റിൽ 3 കുട്ടികളുടെ ഒരു സിമ്പിളുള്ള ഒരു ലോക്കറ്റായിരുന്നു. അതിനർത്ഥം അവർക്ക് 3 കുട്ടികളുള്ള ഒരു അമ്മയാണ്. അവരെന്തിനാ ഇതൊക്കെ ചെയ്തതെന്ന് ഇവർക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ആ ഒരു പയ്യനുണ്ടായിരുന്നല്ലോ നമ്മുടെ ക്ലാരയുടെ അടുത്തുണ്ടായിരുന്നത്, ആ ഒരു പയ്യനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വെടിയേറ്റിട്ടുണ്ടായിരുന്നു. അവനെയും കൂട്ടിയിട്ട് ഇവരെല്ലാവരും അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് നോക്കുമ്പോഴാണ് ലൂക്കാസ് ഒരു ആർമി ട്രക്കുമായിട്ട് വരുന്നത്. അവൻ്റെ കൂട്ടത്തിൽ ഒരുപാട് സൈനികരും ഉണ്ടായിരുന്നു. ക്യാമ്പിലേക്ക് എല്ലാവരെയും കൊണ്ടുപോകാനായിട്ടാണ് ലൂക്കാസ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. നമ്മുടെ താനോയ്ക്ക് മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ല. കാരണം ഇവർ വന്നിട്ടുണ്ടായിരുന്ന ആർമി ആണെന്നുണ്ടെങ്കിൽ വെടിയേറ്റിട്ട് അതിന് ടയറൊക്കെ പഞ്ചറായിട്ടുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഇപ്പോൾ ക്യാമ്പിലേക്ക് പോവാണ്. അതിൽ വെടിവെച്ചിട്ടുണ്ടായിരുന്ന ഒരു അക്രമി മാത്രമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ടണലിലേക്ക് കയറി പോകുന്നുണ്ട്. ആ ടണലിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു വണ്ട് പോലെയുള്ള ഏലിയൻ ഇൻസെക്റ്റ് ഉണ്ടല്ലോ, അതുണ്ടായിരുന്നു. അത് ഇയാളെ കണ്ടപ്പോൾ തന്നെ വഴി മാറി കൊടുക്കുന്നു. ഈ ഇൻസെക്റ്റുകൾ അയാളെ ഒന്നും തന്നെ ചെയ്യുന്നില്ല. പിന്നീട് കാണിക്കുന്നത് ഈ ഒരു മാളിന്റെ പഴയ കാലത്തെ അവസ്ഥയാണ്. അവിടെ വെച്ചിട്ട് ജുവാൻ ഈ ഒരു സ്ത്രീയെ കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നു. അവരുടെ കഴുത്തിലായിട്ട് ആ ഒരു ലോക്കറ്റും അപ്പോഴും ഉണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ടാണ് അവൻ അന്ന് ഞെട്ടി എണീക്കുന്നതല്ല, അവൻ ഇടയ്ക്കിടയ്ക്ക് ബോധം കെട്ട് പോകാറുണ്ടായിരുന്നു. ഇപ്പോൾ അവൻ ബോധം വന്ന് നോക്കുമ്പോൾ ക്ലാരയും അതുപോലെ തന്നെ നമ്മുടെ ടാനയും അവൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇവരിപ്പോൾ താമസിക്കുന്നത് ഒരു വലിയ ആർമി ക്യാമ്പിലാണ്. അവിടെ എല്ലാവിധ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് എല്ലാവർക്കും ആയുധങ്ങളൊക്കെ പരിശീലിപ്പിക്കുന്നുണ്ട്. ക്ലാരയാണെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കുന്നുണ്ട്, അച്ഛൻ എനിക്ക് മാത്രം എന്താണ് ഇതൊന്നും പരിശീലിപ്പിക്കാത്തത്, മോൾ കുറച്ച് ദിവസം കൂടി റെസ്റ്റ് എടുക്കുക, അതിനുശേഷം മോൾക്കും ഇതിലൊക്കെ പങ്കുചേരാം എന്ന് പറയുന്നുണ്ട്. ഇതേ സമയം എലീനയാണെന്നുണ്ടെങ്കിൽ അവളൊരു ഡോക്ടറാണല്ലോ, പുള്ളിക്കാരിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരെയും ചികിത്സിച്ച് ഭേദമാക്കാനുള്ള ആ ഒരു തിരക്കിലൊക്കെയാണ്. നമ്മുടെ താന ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണെന്ന് ഈ ലൂക്കാസ് അവിടെ ഉണ്ടായിരുന്ന ഒരു ആർമി ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പട്ടാളക്കാരുടെ ഒരു റേഡിയോ വയർലെസ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ശരിയാക്കി കൊടുക്കാനായിട്ട് താനോടടുത്ത് പറയുന്നുണ്ട്. മറ്റൊരു കാര്യം കൂടി ഈ ഒരു ആർമി ഉദ്യോഗസ്ഥൻ നമ്മുടെ താനോടടുത്ത് പറഞ്ഞു. പക്ഷേ അവനത് സമ്മതിക്കുന്നില്ല. അതായത് അതൊരു ഡെഡ്ലി മിഷൻ ആയിരുന്നു. ഒരു ദൂരമുള്ള സ്ഥലത്ത് നിന്ന്
ട്രെയിൻ ഉപയോഗിച്ചിട്ട് അവർ ഈ ബ്ലോക്കായി കിടക്കുന്ന ഈ കാറുകളും മറ്റൊക്കെ ഇടിച്ച് തെറിപ്പിച്ചിട്ട് കറക്റ്റായിട്ടുള്ള ഒരു പാത്വേയും കാര്യങ്ങളൊക്കെ ഒരുക്കാനായിട്ടാണ് പറയുന്നത്. പക്ഷേ താനും ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്ത് സമ്മതിക്കുന്നില്ല. ഇതിനെ തുടർന്ന് നമ്മുടെ ലൂക്കാസ് ആണെന്നുണ്ടെങ്കിൽ ദേഷ്യം പിടിച്ച് അവിടെ നിന്ന് നടന്നു പോകുന്നുണ്ട്. ഇവനിത് എന്താ പറ്റിയേ? അപ്പോഴേക്കും ഒമറും വന്നിട്ടുണ്ടായിരുന്നു. മറ്റൊരു വഴിയില്ലെങ്കിൽ നമുക്കും ആ ഒരു ഗ്രൂപ്പിൽ പോകാമെന്നാണ് ഒമറും പറയുന്നത്. അപ്പോഴാണ് ഈ ഒരു ക്യാമ്പിലേക്ക് കുറച്ച് റെഫ്യൂജീസ് വരുന്നത്. അവർ മറ്റാരുമായിരുന്നില്ല, നേരത്തെ നമ്മുടെ ഈ ഒരു വാന് വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ ഒരാളുടെ കയ്യിൽ നിന്ന്, ഈ ഒരു വീട് കൊടുത്തിട്ട് അയാളും കുടുംബവും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അയാൾ എന്ത് ചെയ്താൽ നമ്മുടെ താനോനെ തിരിച്ചറിയുന്നില്ല. താനെ കുറച്ചു നേരം അയാൾ സംസാരിച്ചപ്പോഴാണ് അയാൾക്ക് ഓർമ്മയും കാര്യങ്ങളൊക്കെ വരുന്നത്. അന്ന് രാത്രി ജുവാൻ ഉറക്കമേ വരുന്നില്ല. അവൻ ഓരോരോ വിഷൻസും മറ്റൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ ഈ ക്യാമ്പിലുള്ള ഒരു ആർമി ഉദ്യോഗസ്ഥൻ അങ്ങോട്ടേക്ക് വന്നിട്ട്, നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരണം, ഞങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ദേഷ്യം മറ്റുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു എല്ലാവരെയും ബാധിക്കുന്ന തരത്തിൽ അതാക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ്. അതായത് ഇവരുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം, നമ്മുടെ ഹോംലാൻഡിന് വേണ്ടിയിട്ട് നമുക്ക് എത്രയെങ്കിലൊക്കെ ചെയ്യണ്ടേ എന്നൊക്കെ പറയുകയാണ്. അടുത്ത ദിവസം തന്നെ ആ ഒരു വെടിയേറ്റിട്ടുണ്ടായിരുന്ന ആ ഒരു പയ്യൻ മരിച്ചിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാവരും അതിൻ്റെ ശവസംസ്കാര ചടങ്ങുകളിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ആ ഒരു ആർമി ഉദ്യോഗസ്ഥൻ പറഞ്ഞതനുസരിച്ചിട്ട് ഇപ്പോൾ ആ ഒരു ഡെഡ്ലി മിഷനായിട്ട് ജുവാനും താനോയും ഒമറും ലൂക്കാസും എല്ലാവരും ആ ഒരു പട്ടാളക്കാരുടെ കൂടെ ഇപ്പോൾ പോവുകയാണ്. അവിടുത്തെ റെയിൽവേ പാളത്തിലൂടെയാണ് ഇവർ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു റെയിൽവേ പാളം എവിടെയാണോ ചെന്ന് അവസാനിക്കുന്നത് അവിടെയാണ് ഈ ഒരു റെയിൽവേയിലുള്ള എല്ലാ ട്രെയിനുകളും മറ്റൊക്കെ നിർത്തിയിട്ടിരിക്കുന്നത്. അപ്പോഴാണ് ആകാശത്തിലൂടെ 2-3 ഫൈറ്റർ ജെറ്റും മറ്റൊക്കെ പോകുന്നവർ കാണുന്നത്. നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മുടെ കൂടെ ആൾക്കാരെ കണ്ടെന്നുള്ള ആ ഒരു മനോധൈര്യം കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവർക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഗ്യാരേജിൽ നിന്ന് ഇവരൊരു ട്രെയിൻ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി അത് ഒരുക്കണം. അതായത് ഈ ഒരു വലിയ വലിയ കാറുകൾ മറ്റൊക്കെ ഇടിച്ച് തെറിപ്പിച്ചിട്ട് വേണം ഇവർക്ക് ഈ ഒരു പാത്ത് വേ, അതായത് ആ ഒരു റെയിൽവേ പാളം ക്ലിയർ ചെയ്യാനായിട്ട്. അപ്പോൾ അതിനായിട്ട് ഇവരെല്ലാവരും കൂടി ഒത്തൊരുമിച്ചിട്ട് വലിയ വലിയ ലോഹങ്ങളും അതായത് വലിയ വലിയ കമ്പികളും മറ്റുമൊക്കെ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിട്ട് ഈ ട്രെയിൻ ഇവർ പുറത്തേക്ക് ഇറക്കുകയാണ്. അതും വളരെ ശ്രദ്ധയോട് കൂടിയിട്ട്, ആ ഒരു ജീവികളൊന്നും അറിയാതെയാണ് എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്യുന്നത്. ഇവരങ്ങനെ 2 ഗ്രൂപ്പായിട്ട് തിരിയാനായിട്ട് പോവാണ്. പാബ്ലോ എന്ന് പറയുന്ന ആ പയ്യനാണെന്നുണ്ടെങ്കിൽ ഒരു പട്ടാളക്കാരൻ അവൻ്റെ ഗ്രൂപ്പിൽ ചേർക്കുന്നുണ്ട്. ഇതേ സമയം ഇവർ ഈ ട്രെയിനിൽ പോകുന്നത് ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു വാച്ച് ടവറിന്റെ മുകളിൽ നിന്ന് കാണുന്നുണ്ട്. കുറച്ച് ദൂരം മുന്നോട്ടേക്ക് പോയപ്പോൾ ഇവരാണെന്നുണ്ടെങ്കിൽ ആ ഒന്നാമത്തെ ഗ്രൂപ്പ് അവിടെ ഇറങ്ങുകയാണ്. അതായത് പാബ്ലോയും പിന്നെ കുറച്ച് സൈനികരും കൂടി ചേർന്നിട്ട് അവിടെ നിന്ന് സപ്ലൈസും അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ട് അവരവിടേക്ക് ഇറങ്ങുകയാണ്. ബാക്കിയുള്ളവരാണെന്നുണ്ടെങ്കിൽ വീണ്ടും മുന്നോട്ടേക്ക് പോവുകയാണ്. ഇവർക്കാണ് പണി കിട്ടാനായിട്ട് പോകുന്നത്. അതായത് ആ ഒരു ഇൻസെക്റ്റുകൾ അപ്പോഴും ആ ഒരു വണ്ടികളുടെ അടുത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ കാറുകൾ മൊത്തം കുമ്പാരമായിട്ട് കിടക്കുന്ന ആ ഒരു റെയിൽവേ പാളത്തിന്റെ അടുത്തേക്ക് ഇവരിപ്പോൾ എത്തിയിട്ടുണ്ട്. ഇനിയാണ് പണി. ട്രെയിനകത്തിരിക്കുന്ന ജുവാനും കൂട്ടരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ധൈര്യത്തോട് വേണം ഇതൊക്കെ നേരിടാനായിട്ട്. അങ്ങനെ ആ ഒരു എഞ്ചിനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ കാറുകളെയൊക്കെ തകർത്ത് തരിപ്പണമാക്കിയിട്ട് ആ ഒരു പാത്വേ മുഴുവൻ ക്ലിയർ ചെയ്യാണ്. അതോട് കൂടിയിട്ട് ഇവർ പകുതി കാര്യങ്ങൾ ജയിച്ചിട്ടുണ്ട്. ഇവർക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. ഇതേ സമയം വിഷമിച്ചിരിക്കുന്ന നമ്മുടെ പാബ്ലോയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു ക്യാപ്പ് കൊടുക്കുന്നുണ്ട് അവന്റെ ഗ്രൂപ്പിലുള്ള ഒരു സൈനികൻ. അങ്ങനെ ആ ഒരു മിഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇനി കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കാര്യങ്ങളൊക്കെ ഒന്ന് തയ്യാറാക്കണം. അതിനായിട്ട് ഇപ്പോൾ ഇവർ 2 ഗ്രൂപ്പായിട്ട് തിരിയാനായിട്ട് പോവാണ്. പക്ഷെ താനോയ്ക്ക് അപ്പോഴും ഒരു സംശയം ഉണ്ടായിരുന്നു. കാരണം ആ ഒരു ഏലിയൻ ഇൻസെക്റ്റുകളെ ഒന്നും തന്നെ ഇപ്പോൾ അവിടെ കാണാനില്ല. അതുങ്ങളൊക്കെ എവിടെ പോയി? ഇപ്പൊ നമ്മുടെ ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ മറ്റൊരു ഗ്രൂപ്പിന്റെ കൂടെ പോവാണ്. ഒമറിനാണെന്നുണ്ടെങ്കിൽ നല്ല പേടിയുണ്ട് അവളുടെ കാര്യത്തിൽ. ജുവാനും താനോയും കൂടി ഒരു ചർച്ചിലേക്ക് ഓടി രക്ഷപ്പെട്ടിരുന്നില്ലേ? അവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്ന കുറച്ച് സർവൈവേഴ്സ് ഇവിടെയും ഉണ്ടായിരുന്നു. അങ്ങനെ അന്ന് രാത്രി ഇവിടെ തങ്ങാനായിട്ട് ഇവർ തീരുമാനിക്കുകയാണ്. ഇന്ത്യയും കുറച്ച് പട്ടാളക്കാരും ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ട്രാപ്പിൽ പെട്ടിരിക്കുകയാണ്. അതിൽ കുറെ മനുഷ്യന്മാർ അവിടെ ഉണ്ടായിരുന്നു. ഇവർക്ക് നേരെ തോക്കും ചൂണ്ടി നിൽക്കുകയാണ്. ജുവാന്റെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതേ സമയം ഇന്നത്തെ ആ ഒരു മിഷനും കാര്യങ്ങളൊക്കെ സക്സസ് ആയി എന്ന് പറഞ്ഞിട്ടുള്ള റേഡിയോ വയർലെസ് സന്ദേശമൊക്കെ ഇപ്പൊ ക്യാമ്പിലേക്ക് അയക്കുന്നുണ്ട്. അതനുസരിച്ച് എല്ലാവരും ഇപ്പൊ ഭയങ്കര സന്തോഷത്തിലാണ്. പക്ഷെ മറ്റൊരു സംഭവം കൂടി ഉണ്ടായി. ജുവാൻ പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ അങ്ങ് അകലെയായിട്ട് ഒരു സ്റ്റേഡിയത്തിന്റെ അവിടുന്ന് എന്തോ ഒരു വെളിച്ചം അവൻ കാണുന്നുണ്ട്. ഇതെന്താ സംഭവം എന്ന് അവനൊരു പിടുത്തവും കിട്ടുന്നില്ല. ആദ്യം ഇവർ ഫ്ലെയർ ഗണ്ണും കാര്യങ്ങളൊക്കെ പൊട്ടിച്ച് എല്ലാ സന്തോഷത്തിലിരിക്കുമ്പോഴാണ് ഈ ഒരു സാധനം നമ്മുടെ ജുവാൻ കാണുന്നത്. അത് പോയി അന്വേഷിക്കണ്ടേ എന്ന് ആ ഒരു ആർമി ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് ഇവൻ ചോദിക്കുന്നുണ്ട് നമ്മുടെ ജുവാൻ. പക്ഷെ അയാൾ പറയുന്നത് ഇപ്പം എന്തായാലും നമുക്ക് ആ റിസ്ക് എടുക്കാനായിട്ട് പറ്റില്ല, അതിനെപ്പറ്റി നമുക്ക് പിന്നീട് നോക്കാം, ഇപ്പം നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, നമുക്ക് തിരിച്ചു പോകാമെന്നാണ് അയാളും പറയുന്നത്. പക്ഷേ ജുവാൻ ആണെന്നുണ്ടെങ്കിൽ താനോടടുത്ത് ഈ ഒരു കാര്യം പറഞ്ഞു. അങ്ങനെ ലൂക്കാസും ജുവാനും താനയും കൂടി ഇപ്പോൾ കാർഡ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം ഒമറും വന്ന് കൂടുന്നുണ്ട്. ഒരുപാട് തവണ ഇവർ കളിച്ചിട്ടും ലൂക്കാസ് ആ കളിയിലൊക്കെ തോറ്റുകൊണ്ടിരിക്കുകയാണ്. ലൂക്കാസിന് ദേഷ്യം വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ എന്തിനാ എത്ര ദേഷ്യപ്പെടുന്നതെന്ന് ജുവാനും താനോയും ചോദിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും ലൂക്കാസ് ആണെന്നുണ്ടെങ്കിൽ ഒമറിനെ ഒരു കത്തി എടുത്തിട്ട് ഒരു പണി കൊടുക്കുകയാണ്. ഇതെന്താ ഇങ്ങനെ ചെയ്തെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല. എന്നിട്ട് ലൂക്കാസ് ഓടിപ്പോയിട്ട് ആ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടാനായിട്ട് നിൽക്കുകയാണ്. ജുവാനും താനോയും അവനെ തടയാനായിട്ട് നോക്കിയെങ്കിലും കാര്യമുണ്ടായില്ല. പരസ്പര ബന്ധമില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവൻ ആ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടാണ്. അതോട് കൂടിയിട്ട് ജുവാനും നമ്മുടെ താനോയും തകർന്നു പോവാണ്.
വർഷങ്ങളായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഒരാളാണ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത്. അവൻ എന്തിനെങ്ങനെ ചെയ്തെന്ന് ഇവർക്കൊരു പിടുത്തം കിട്ടുന്നില്ല. ഇവർ ആ ബിൽഡിങ്ങിന് താഴേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആർമി ഉദ്യോഗസ്ഥരൊക്കെ ആരോ തീർത്തിട്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും നേരത്തെ ആ ഒരു ചർച്ചിൽ കണ്ട ആളുകൾ പോലും ഇവർക്കെതിരെ തിരിഞ്ഞിട്ട് ഇവരെ ആക്രമിക്കാനായിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ജുവാനും താനോയും ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. എന്തായാലും ആ ഒരു സ്റ്റേഡിയത്തിൽ നിന്ന് വന്ന ആ ലൈറ്റ് എന്താണെന്ന് നമുക്ക് നോക്കണം എന്ന് പറഞ്ഞിട്ട് ഇവർ അങ്ങോട്ടേക്ക് ഇപ്പോൾ പോവുകയാണ്. ഇവരിപ്പോൾ ട്രെയിനിൽ കയറിയിട്ടാണ് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ആർമി ഉദ്യോഗസ്ഥനാണെന്നുണ്ടെങ്കിൽ ആ ഒരു വെളിച്ചത്തിനെ പറ്റി അന്വേഷിക്കാനായിട്ട് ജുവാന്റെ കൂടെ വരാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ താനോയും ഒമറും ആണെന്നുണ്ടെങ്കിൽ വരുന്നില്ല എന്ന് പറയുകയാണ്. താനോ അങ്ങനെ ഈ ഒരു ട്രെയിൻ എങ്ങനെയാണ് ഓടിക്കേണ്ടതെന്നൊക്കെ ആ ഒരു ഉദ്യോഗസ്ഥന്റെ കയ്യിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. ശേഷം നമ്മുടെ ജുവാനും ആ ഒരു ആർമി ഉദ്യോഗസ്ഥനും കൂടി ചേർന്നിട്ട് ആ ഒരു വെളിച്ചം വന്ന സ്ഥലത്തേക്ക് പോയി നോക്കുമ്പോൾ ഞെട്ടിപ്പോവാണ്. അവിടെ ആ ഇൻസെക്റ്റുകളും മനുഷ്യന്മാരും എല്ലാം ഒരുമിച്ച് തന്നെ ഉണ്ടായിരുന്നു. ഒരുപാട് പേരെ അവിടെ ആരോ കൺട്രോൾ ചെയ്ത് നിർത്തിയേക്കാണ്. ഒരുപാട് മനുഷ്യന്മാരുണ്ട്. അതാരാണെന്ന് നോക്കുമ്പോൾ അവനൊരു കാര്യം പിടികിട്ടി. യഥാർത്ഥത്തിൽ ഒരു ഏലിയനാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഏലിയന് ഒരുപാട് കൈകളുണ്ടായിരുന്നു. ഒരുപാട് കൈയല്ല, ഒരു കൈയിൽ തന്നെ ഇഷ്ടം പോലെ വിരലുകൾ. നമുക്കൊന്നും ഒട്ടും പ്രതീക്ഷിക്കാൻ പോലും പറ്റാത്ത ഒരു രൂപമായിരുന്നു അതിനുണ്ടായിരുന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ട് അവനങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. അവൻ്റെ എല്ലാ വിഷൻസും ശരിയായിരുന്നു എന്ന് ആ ഒരു ആർമി ഉദ്യോഗസ്ഥനടുത്ത് അപ്പം നമ്മുടെ ജുവാൻ പറയുന്നുണ്ട്. ഈ ഒരു സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. 2025 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള ഒരു കിഡിലൻ സീരീസ് ആണ് ഇത്. പേര് ഇറ്റേണറ്റ് എന്നാണ്. ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ആദ്യമായിട്ടാണ് കൂട്ടുകാർ ഈ ഒരു ചാനൽ കാണുന്നെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ചേക്കുക. പിന്നെ നിങ്ങളുടെ സജഷൻസും ബാക്കിയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റ, ബൈ ബൈ.